നമസ്കാരം, എല്ലാവർക്കും സതോന്മനുവിലേക്ക് സ്വാഗതം. നീതു. അപ്പോൾ ഇന്ന് സതോന്മനുവിൽ ഞാൻ വന്നിരിക്കുന്നത് ഒരു മീൻകറിയായിട്ടാണ്. ഒരു നാടൻ മീൻകറി. പൊതുവെ കേരളത്തിൻ്റെ വടക്ക് ഭാഗത്ത്, അതായത് മലബാർ ഭാഗത്ത് വാളൻപുളി ഇട്ടിട്ടാണ് മീൻകറി വെക്കാറ്. അതേപോലെ തെക്ക് ഭാഗത്ത് കുടംപുളി ഇട്ടിട്ടാണ് മീൻകറി വെക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ നോർത്തേൺ മലബാർ ഭാഗത്ത് തയ്യാറാക്കുന്ന നാടൻ രീതിയിലുള്ള ഒരു മീൻകറിയാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. വാളൻപുളി ഇട്ടതാണ്. ആദ്യം തന്നെ നമുക്ക് ഈ മീൻകറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള മസാലകളൊന്ന് വറുത്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഈ ഒരു സ്പൂണിൽ ഏകദേശം 2 സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള സ്പൂണാണ്. ഒരു ടേബിൾ സ്പൂൺ അളവുണ്ടാവും. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ ഏകദേശം 1 അല്ലെങ്കിൽ 1.25 മുളക് പൊടി. അപ്പോൾ മുളക് പൊടി അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടിക്ക് അനുസരിച്ചിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതൊന്ന് വറുത്തെടുക്കണം. കരിയാതെ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ മീൻകറി ഉണ്ടാക്കുക. പിന്നെ വേണ്ടത് പുളിവെള്ളമാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, വാളൻപുളിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളി ഞാനിതുപോലെ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് തേങ്ങ വേണം. അപ്പോൾ തേങ്ങ അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഏകദേശം ഒരു 3-3.5 പിടി തേങ്ങ ഉണ്ടാവും. അപ്പം അതും ഏകദേശം ഒരു 1/2 സ്പൂണ് ജീരകം എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇത് കപ്പ് കണക്കിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 1/2 കപ്പിനും കുറച്ചധികം ഉണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് എടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടികളുണ്ടല്ലോ, അതും കൂടെ ചേർക്കണം. അപ്പോൾ ഞാൻ ഈ പൊടികൾ വറുക്കുന്ന സമയത്ത് കുറച്ച് 1/2 സ്പൂണ് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടാണ് ഇതൊന്ന് വറുത്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതും നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊടികളുടെ പച്ചമണം മാറാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ മാത്രമേ നല്ല ടേസ്റ്റ് കാണുള്ളൂ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഈ തേങ്ങയൊക്കെ ഒന്ന് മുങ്ങി നിൽക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല കട്ടിയിൽ പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 കതിര് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഞാൻ 2 എടുത്തിട്ടുണ്ട്. എരിവ് കുറഞ്ഞ പച്ചമുളകാണ്. അപ്പോൾ നിങ്ങളെ എരിവിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഏകദേശം ഒരു 10 ചെറിയ ഉള്ളി ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തതാണിത്. അപ്പോൾ അതും നമുക്ക് വേണം. പിന്നെ വേണ്ടത് തക്കാളിയാണ്. തക്കാളി ഞാനൊരു വലിപ്പമുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മീനാണ്. മീൻ ഞാനിവിടെ അട് എന്ന് പറയുന്ന മീനാണ്. അട് അല്ലെങ്കിൽ കടുവ എന്നൊക്കെ പറയുന്ന മീനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 5 മീനുണ്ടാവും. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് വെച്ചതാണ്. ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. മീനിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 1/2 മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ട് ഉപ്പ് പുരട്ടിയിട്ട്. അപ്പോൾ നമുക്കിനി മീൻകറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഒരു മൺചട്ടി എടുക്കുക. അതിനകത്തേക്ക് ഏകദേശം ഒരു 2 വലിയ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ അതിനകത്തേക്ക് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട്. ഉലുവ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പിന്നെ നമ്മൾ നെടുകെ കീറി വെച്ചിരിക്കുന്ന പച്ചമുളക്, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറണം. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ തക്കാളിയുടെ പുളിക്കനുസരിച്ചിട്ട് വേണം നമ്മൾ പുളിവെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട്. ഇതിന് പുളി കുറവാണ്. അപ്പം ഞാൻ ഒരു വലിപ്പമുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഇനി ഒന്ന് വെന്ത് വരണം. അതായത് നമ്മുടെ ചെറിയുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വരണം. അപ്പോൾ ഇത് നോക്കിക്കേ, നമ്മുടെ ചെറിയുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ ഇതാ നന്നായിട്ട് ഉടഞ്ഞു വരുന്ന പരുവത്തിലായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അരപ്പ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ നല്ല കട്ടിയിലാണ് അരപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്.
അപ്പോൾ നമ്മൾ കട്ടിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം അതിൻ്റെ തിക്നെസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അരപ്പ് ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ഞാൻ ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ പുളിവെള്ളമാണ് വേണ്ടത്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നാടൻ പുളിയായതുകൊണ്ട് ഇതിന് അത്യാവശ്യം നല്ല പുളിയുണ്ട്. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ അതിൻ്റെ പുളിക്കനുസരിച്ചിട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ സമയത്ത് തന്നെ നിങ്ങൾ ഗ്രേവിയുടെ ഉപ്പും എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മീൻ ഇട്ടതിന് ശേഷം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പാടില്ല. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു, ഞാൻ ഉപ്പ് ചേർത്തു. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് തിക്നെസ്സൊക്കെ ഈ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എത്രത്തോളം ഗ്രേവി തിക്കാണെന്ന് ഇപ്പോൾ തീരുമാനിക്കുക. അപ്പോൾ നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അരപ്പ് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മീനിനകത്ത് ഞാൻ ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപ്പ് ഗ്രേവിയിൽ ഇടുന്ന സമയത്ത് അതും കൂടെ മുൻകൂട്ടി കണ്ടിട്ട് വേണം ഗ്രേവിക്കകത്ത് ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ മീനൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ തവി വെച്ച് ഒരുപാട് നേരം അങ്ങനെ ഇളക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. മീനൊക്കെ ഒന്ന് വെന്ത് വരണം, അതുവരെ നമുക്കിതൊന്ന് തിളപ്പിക്കാം. അപ്പോൾ അത് നോക്കിക്കേ, നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. മീൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, മീനൊക്കെ വെന്തു. അപ്പോൾ നമ്മൾ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. നമ്മൾ തവി വെച്ചിട്ടൊന്നും ഇളക്കാൻ പാടില്ല. അപ്പോൾ ഇളക്കണം എന്നുണ്ടെങ്കിൽ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഗ്രേവിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്